എന്തുകൊണ്ടാണ് SIP യിൽ നിർബന്ധമായി ചേർന്നിരിക്കണം എന്ന് പറയുന്നത്? ഒരു ഉദാഹരണം നോക്കാം. 1995-ൽ നിപ്പോണിന്റെ ഒരു മ്യൂച്വൽ ഫണ്ട് ആരംഭിച്ചു. അതിൽ 1000 രൂപ വെച്ച് തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ മൊത്തം അടയ്ക്കുന്നത് 3,48,000 രൂപ അടച്ചിട്ടുണ്ടാവും. അതേസമയം നമ്മളുടെ ഫണ്ട് ഗ്രോത്ത് ഏകദേശം 3,10,00,000 രൂപ ഇപ്പോൾ ആയിക്കാണേ. 95-ൽ ചേരാൻ പറ്റില്ല. 2010-ൽ നിപ്പോൺ സ്മോൾ ക്യാപ് ആരംഭിച്ചു. അതിൽ മാസം 5000 രൂപ വെച്ച് അടച്ചിരുന്നെങ്കിൽ നമ്മൾ ഇതുവരെ 8,40,000 രൂപ മാത്രമേ അടച്ചിട്ടുണ്ടാവുള്ളൂ. അതേസമയം നമ്മുടെ ഫണ്ടിൽ 56 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. 2010-ൽ നമുക്ക് SIP ചേരാൻ പറ്റില്ല. 2014-ൽ മോത്തിലാൽ മിഡ് ക്യാപ്പിന്റെ ഒരു ഫണ്ട് ആരംഭിച്ചു. അതിൽ മാസം 7000 രൂപ വെച്ച് നമ്മൾ അടച്ചിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ 8,40,000 രൂപ അടച്ചിട്ടുണ്ടാവുമായിരുന്നു. നമ്മുടെ ഫണ്ടിൽ 37 ലക്ഷം രൂപ ഉണ്ടാവുമായിരുന്നു. ഇനി 2014 പറ്റില്ല. 2020-ൽ ബന്ധൻ സ്മോൾ ക്യാപ്പ് ആരംഭിച്ചു. മാസം 10,000 രൂപ വെച്ച് ഇതുവരെ അടച്ചിരുന്നെങ്കിൽ നമ്മൾ 4,80,000 രൂപ മാത്രം അടച്ചിരിക്കുകയും നമ്മുടെ ഫണ്ടിൽ 14,20,000 രൂപ ഇപ്പോൾ ഫണ്ടിൽ ഉണ്ടാവുമായിരുന്നു. ഇതാണ് പവർ ഓഫ് SIP ആൻഡ് പവർ ഓഫ് കോമ്പൗണ്ടിങ്. നമുക്ക് ഈ പഴയ കാലങ്ങളിലേക്ക് പോയി ഇനി SIP യിൽ ചേരാൻ പറ്റില്ല. ഇനി ചേരാൻ പറ്റിയ ദിവസം ഇന്നാണ്. ജോയിൻ SIP വിത്ത് മീ.